ഹലോ, ഇന്ന് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനായിട്ട് ഇതാ ചെറിയ പഴമാണ് എടുത്തിട്ടുള്ള 5 ചെറിയ പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അങ്ങനെ ഇതാ ഫുൾ ചെറുപഴവും ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായതിന് ശേഷം നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള ചെറുപഴത്തിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ചെറുപഴം മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാൻ. പഴം അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വരും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ പഴം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് തിളപ്പിച്ചറിയ പാല് കാ കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 സ്പൂണ് ശർക്കര പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയും പഴവും ശർക്കരയും ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അങ്ങനെ പഴവും തേങ്ങയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ വാങ്ങി വെക്കാം. ചൂടാറിയതിന് ശേഷം കയ്യിൽ അല്പം നെയ്യ് തടവി നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. റൗണ്ട് ഷേപ്പിലോ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ആകൃതിയിലോ ഒക്കെ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ കുട്ടികൾക്കൊക്കെ 4 മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അങ്ങനെ ഇതാ ഫുള്ളായിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.